സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ആടോള്. എഴുതിയത് ഹുസ്ന റാഫി. ഉണ്ണിച്ചീരുവിൻ്റെ വീട്ടിലെ കക്കു കളിക്കുമ്പോൾ കുഞ്ഞോളേന്ന് അമ്മ നീട്ടി വിളിക്കും. പുഴയിൽ ഞവണിക്ക വരുന്ന പിള്ളേര് അമ്മ വിളിക്കുന്ന അതേ ഈണത്തിൽ ആടോളെ എന്ന് താളം പിടിക്കും. മുറ്റത്ത് 2 കൂടുകളിലായി അപ്പന് ആടുകളുണ്ടായിരുന്നു. വെളുത്തതും കറുത്തതും പുള്ളിയുള്ളതും രോമം കൊഴിയുന്ന ദീനമുള്ളതും ഒക്കെ പടുമരം കൊണ്ട് പണിത കൂട്ടിൽ ഒന്നിച്ചുറങ്ങി. ചെമ്പൻ രോമങ്ങളുള്ള വലത്തെ ചെവിക്കറ്റം മുറിഞ്ഞ ചെമ്പനാടിന് മാത്രം അപ്പൻ ഈട്ടിത്തടിയിലൊരു കൂട് പണിതു. ചെമ്പൻ അപ്പൻ്റെ ഉയിരായിരുന്നു. ഞങ്ങളെക്കാൾ പ്രിയം അപ്പന് ആടുകളോടായിരുന്നു. ഉണ്ണിച്ചീരുവിൻ്റെ അപ്പനെ പോലെ ചാരായം മോന്തി വന്നാലും അമ്മേനെ തല്ലാനോ കൂട്ടാൻ വച്ചത് എടുത്തെറിയാനോ അപ്പൻ മെനക്കെടാറില്ല. ചെമ്പനെയും കെട്ടിപ്പിടിച്ച് പിറ്റേന്ന് നട്ടുച്ച വരെ അപ്പൻ സുഖമായി ഉറങ്ങും. ഇന്ന് തല്ലിക്കൊന്നാലും സാരില്ല, ആട്ടിൻകൂട്ടിലെ പൊറുതി നിർത്തിയാൽ മതിയായിരുന്നു എന്ന് അമ്മ സങ്കടപ്പെടും. തുള്ളിമുറിയാതെ മഴ പെയ്ത് പുഴ ചുവന്നു കലങ്ങിയ ഒരു കർക്കിടകത്തിലാണ് ഏലിക്കുട്ടി പുഴയിലെ ചത്തു പൊങ്ങിയതും അക്കീക്കാവിന്ന് കണ്ണു കീറും മുമ്പേ അപ്പൻ ചെമ്പനെ കൊണ്ടുവന്നതും പേരെടുക്കാൻ ആളില്ലാതെ പേറ്റുനോവിൽ പുഴവരെ ഓടി അമ്മ കടവത്ത് എന്നെ പെറ്റിട്ടതും. എൻ്റെ കാതു കുത്താൻ അമ്മ കുടുക്കയിൽ സൂക്ഷിച്ച പൈസ കട്ടെടുത്താണ് അപ്പൻ ചെമ്പൻ്റെ മുറിയാത്ത കാതിൽ കടുക്കനിട്ടത്. തൈപ്പൂയത്തിനും വേലയ്ക്കും അമ്പംകുന്നു നേർച്ചയ്ക്കും പൊന്നിൻ കടുക്കനിട്ട അവൻ അപ്പൻ്റെ പിറകെ ഞെളിഞ്ഞു നടക്കും. മുറിച്ചെവിയ എന്ന് അപ്പൻ കേൾക്കാതെ ഞാൻ അവനെ കൊഞ്ഞനം കുത്തും. പുഴവെള്ളം മുറ്റം വരെ എത്തിയ ഒരു രാത്രിയാണ് അപ്പനൊപ്പം ഉയരം കുറഞ്ഞ ഒരു കഷണ്ടിക്കാരൻ കയറി വന്നത്. രോമങ്ങൾ കൊഴിയുന്ന ദീനമുള്ള വെളുമ്പുള്ളി ആടിനെ പോലെ തോന്നി ഒറ്റ നോട്ടത്തിൽ. അമ്മയും അപ്പനും എന്തൊക്കെയോ പറഞ്ഞു വഴക്കായി. ഒടുവിൽ അപ്പൻ അമ്മയെ ചെമ്പൻ്റെ കൂട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു. കരയാതിരിക്കാൻ വെളുമ്പുള്ളി ആടിൻ്റെ ചേലുള്ളയാൾ എനിക്ക് ഒരു പഞ്ഞി മിഠായി തന്നു. മിഠായിയുടെ മധുരിപ്പിൽ ഞാൻ അമ്മയെ മറന്നു. അമ്മയുടെ കരച്ചിൽ ചെമ്പൻ്റെ കൂട്ടിന്ന് പുഴ വരെ ഒഴുകി. മഴ ഇടിച്ചു കുത്തി പെയ്യുന്ന മുറ്റത്ത് പുഴവെള്ളം കെട്ടിനിൽക്കുന്ന രാത്രികളിലൊക്കെ അപ്പൻ്റെ കൂടെ അപ്പൻ വളർത്തുന്ന ആടുകളുടെ ചേലുള്ള പലരും വന്നു. കുഞ്ഞിക്കാക്കയുടെ പെട്ടിക്കടയിലെ ചില്ലുഭരണിയിൽ എന്നെ കൊതിപ്പിച്ച മിഠായികളിൽ പലതും ആ മഴത്തണുപ്പിൽ ഞാൻ നുണഞ്ഞിറക്കിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അപ്പനോട് പദം പറഞ്ഞു കരയുന്ന അമ്മേനെ പിന്നെ കണ്ടിട്ടില്ല. മഴക്കാലങ്ങളിൽ പുഴയിലേക്കൊഴുകി കണ്ണീരു വറ്റിപ്പോയെന്ന് അമ്മ പറയും. അമ്മ അക്കരെ ചന്തയിൽ നിക്ക് പട്ടുപാവാട വാങ്ങാൻ പോയപ്പോഴാണ് അപ്പൻ ചെമ്പൻ്റെ ചേലുള്ള ഒരാളുമായി കയറി വന്നത്. ചെമ്പനെ പോലെ അയാളുടെ ചെവിക്കറ്റവും മുറിഞ്ഞു പോയിരുന്നു. ചെമ്പൻ്റെ കൂട്ടിനുള്ളിൽ വെച്ച് അയാൾ എനിക്ക് ചോരേൻ്റെ നിറമുള്ള മിഠായികൾ തന്നു. ആദ്യത്തെ മിഠായി നുണഞ്ഞിറക്കിയപ്പോൾ കർക്കിടകപ്പേത്തിൽ പുഴയിൽ പൊങ്ങിയ ഏലിക്കുട്ടിയുടെ ശവം കൂട്ടിലേക്ക് ഒലിച്ചു വന്നു. ഏലിക്കുട്ടിയുടെ തുടയിലും നെഞ്ചിലും നീലച്ച ചോര പതിയെ ചുവന്ന് എൻ്റെ കണങ്കാലിലൂടെ ഒഴുകി. കണ്ണ് തുറക്കുമ്പോൾ കൂട്ടിൽ ചെമ്പനും ഞാനും മാത്രമാണ്. അമ്മ വന്ന് കുഞ്ഞോളേന്ന് വിളിച്ചു തിരയുമ്പോൾ നാവു പൊങ്ങിയില്ല. ചെമ്പൻ ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ അമ്മ വന്ന് നോക്കുമായിരുന്നു. ചെമ്പൻ കരയില്ല, അവൻ അപ്പൻ്റെ ചെമ്പനാണ്. അമ്മ വന്ന് എപ്പോഴാണ് എടുത്തോണ്ട് പോയതെന്ന് ഓർമ്മയില്ല. ശരീരം മുഴുവൻ നീറിപ്പുകയുന്നു. കിടക്കുന്ന മുറിയൊരു കുഞ്ഞു പുഴയാകുന്നു. ഏലിക്കുട്ടിയുടെ ശവം നീലച്ചു പൊങ്ങിയ പുഴ. പാതിരായ്ക്ക് ആരോ കതക് മുട്ടുന്ന പോലെ തോന്നി. താമിക്കൊല്ലനാണെന്ന് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. അയാൾ പോയപ്പോൾ അമ്മയുടെ കയ്യിലെ തിളങ്ങുന്ന കത്തി കണ്ടു പേടിച്ചു പോയി. പിന്നീട് കുറച്ചു ദിവസം അപ്പനെ കണ്ടില്ല. അപ്പൻ എവിടെ? എണീറ്റു നടക്കാനായപ്പോൾ അമ്മയോട് ചോദിച്ചു. അപ്പൻ ചീത്തയാണ്, അതുകൊണ്ട് അപ്പനെ പുഴക്കടിയിൽ ഒളിപ്പിച്ചു വച്ചു. കൈയും കാലും തലയുമൊക്കെ പുഴയുടെ ഓരോ ഭാഗങ്ങളിൽ പൂഴ്ത്തിവച്ചിട്ടുണ്ട്. വർഷങ്ങളോളം മഴ പെയ്ത് പുഴയ്ക്കുള്ളിൽ ഒത്തിരി കുഞ്ഞു പുഴകൾ ഉറവ പൊട്ടും. അന്ന് അപ്പനും പുഴ പോലെ തെളിഞ്ഞ മനുഷ്യനായി പുനർജനിക്കും. അപ്പനെ പുഴയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചത് ഞാനും അമ്മയും ആരോടും മിണ്ടിയില്ല. അപ്പനെ ചോദിച്ചവരോട് അപ്പൻ പുഴ കടന്ന് എങ്ങോട്ടോ പോയെന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞു. നീ എൻ്റെ തുണക്കാരനെ കൊന്നു തിന്നോടി. ഏലിക്കുട്ടിയുടെ രണ്ടാനച്ഛൻ അപ്പൻ്റെ വലം കൈയായിരുന്നു. അയാൾ മാത്രമാണ് അപ്പനെ തിരഞ്ഞു വന്നത്.
നീ ആ പെണ്ണിനെ കൊന്നെറിഞ്ഞ പുഴക്കടിയിലുണ്ട്. പക്ഷേ നീലച്ചു പൊങ്ങൂല. നീ പോയി കേസ് കൊടുക്ക്. അമ്മ ഇറയത്തുനിന്ന് താമി പണിത പുത്തൻ കത്തി വലിച്ചെടുത്തു. അയാൾ പിന്നോട്ടാഞ്ഞു. അതിൽ പിന്നെ അപ്പനെ തിരഞ്ഞ് അയാൾ വന്നില്ല. ആടിന്റെ ചേലുള്ളൊരു സമ്മാനം കൊടുത്ത ബീഡിപ്പൊതികൾ ഒഴികെ അപ്പൻ്റേതായ എല്ലാം അമ്മ കത്തിച്ചു കളഞ്ഞു. അപ്പന്റെ ബീഡി ആഞ്ഞു വലിച്ച് താമീന്റെ കത്തി കൊണ്ട് അമ്മ അപ്പന്റെ ചെമ്പനെ അറുത്തു. എൻ്റെ പ്രായമുള്ള പെൺകുട്ടികൾക്കൊക്കെ അമ്മ അവനെ വീതം വെച്ചു കൊടുത്തു. തലച്ചോറും കരളും എനിക്ക് കറിവച്ചു തന്നു. വെന്തുടഞ്ഞിട്ടും അവൻ്റെ മനം പിരട്ടുന്ന മണം ആ ഇറച്ചിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ലായിരുന്നു. ഞാൻ ഓക്കാനിച്ചു. ഞാനത് മുഴുവൻ തിന്നണമെന്ന് അമ്മ വാശി പിടിച്ചു. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ആട്ടിൻകൂട്ടിലേക്ക് ചാഞ്ഞു പൂക്കുന്ന തെച്ചിക്കമ്പ് വെട്ടി ആദ്യത്തെ അടിയിൽ ഞാൻ ചെമ്പന്റെ കരൾ ചവച്ചിറക്കി. അമ്മ ചെമ്പനെ അറുത്ത കഥ അന്നത്തെ മഴയ്ക്കൊപ്പം കടവത്ത് പെയ്തു. പിറ്റേ കൊല്ലം പുഴ കവിഞ്ഞു മുറ്റത്തെത്തുന്ന കാലമായപ്പോഴേക്കും കത്രിക്കുട്ടി എന്ന അമ്മയുടെ പേര് കടവത്തുള്ളവർ ആട് കത്രി എന്ന് മാറ്റി എഴുതിയിരുന്നു. കൂടെ പഠിക്കുന്ന പിള്ളേരെന്നെ ആടോളെ എന്ന് കളിയാക്കി. ചെമ്പനായിരുന്നു അമ്മയുടെ കന്നിയറവ്. അതിനുശേഷം അപ്പൻ പുന്നാരിച്ചു വളർത്തിയിരുന്ന മുട്ടനാടുകളെ ഓരോന്നിനെയും അമ്മ അറുത്തുവിറ്റു. ആടിനെ അറുക്കുമ്പോൾ അപ്പന്റെ മണം കിട്ടണം. അപ്പൻ അക്കരെ ചന്തേന്ന് വാങ്ങിക്കുന്ന ബീഡി അമ്മന്റെ ചുണ്ടത്തെരിഞ്ഞു. അമ്മന്റെ മൂക്കിലൂടെ അപ്പന്റെ പേടിപ്പിക്കുന്ന മണം പുറത്തേക്കൊഴുകി. അപ്പന്റെ ആട്ടിൻകൂട്ടിലെ അവസാന ആടിന്റെ കരച്ചിലിനൊപ്പം അമ്മ പുഴ കടന്നു. പുഴയ്ക്കപ്പുറമുള്ള ചന്തയിൽ നിന്ന് മുട്ടനാടുകളെ ഇരുമ്പൻ മമ്മദിന്റെ തോണിയിൽ കയറ്റി അമ്മ കൊണ്ടുവരും. പെറ്റ പെണ്ണുങ്ങൾക്ക് സൂപ്പ് വയ്ക്കാൻ ആടിന്റെ കൈയും കാലും ചോദിച്ചു വരുന്നവരോട് അമ്മ കുട്ടി ഏതെന്ന് അന്വേഷിക്കും. പെൺകുട്ടിയാണേൽ അമ്മ ആടിന്റെ തല വെട്ടി കണ്ടിച്ചത് അധികം കൊടുക്കും. സൂപ്പ് വെച്ചു കൊടുക്ക്, തള്ളയുടെയും കൊച്ചിൻ്റെയും കയ്യിനും കാലിനും അറക്കത്തുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കും. സതി ടീച്ചറുടെ മൂത്തോള് പെറ്റപ്പോഴും ചെറിയോൾക്ക് വയസ്സറിയിച്ചപ്പോഴും അമ്മ കുഞ്ഞോളെ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലേന്നും പറഞ്ഞ് ആട്ടിറച്ചിക്ക് പൈസ വാങ്ങിയിട്ടില്ല. എന്നിട്ടും ടീച്ചറുടെ ക്ലാസ്സിൽ മുമ്പിലെ ബെഞ്ചിലിരിക്കുമ്പോൾ ആട്ടിൻചൂരടിക്കാന്നും പറഞ്ഞ് പിറകിലെ ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തിയിട്ടുണ്ട്. ആടോളെ, അൻ്റോടെ ആട്ടിൻചോര കുപ്പിയിലാക്കി വെക്കാറുണ്ടോ? ക്ലാസ്സിലെ തെറിച്ച പെൺപിള്ളേർ കളിയാക്കും. ഇന്റെ ചോറേന്ന് ആട്ടിൻ രോമം പാറുമെന്ന് പറഞ്ഞ് സൈനുവും ആലീസും ഉണ്ണുന്ന നേരത്ത് മാറിയിരിക്കും. നിന്റെ ആട്ടിൻചൂര് എനിക്കിഷ്ടമാണെന്ന് കുട്ടായി പറയും. പുഴയിലെ ഞവണിക്ക പെരുകുന്ന കാലത്ത് പെറുക്കി കിട്ടിയ ഞവണിക്കയുമായി കുട്ടായി പൊരേ വരും. ഇരുമ്പിന്റെ തോണിയിൽ അമ്മയുടെ മടിയിലിരിക്കുന്ന ആടിന്റെ തല ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ആടിനെ ഉടലോടെ കാണും മുമ്പ് അവൻ സ്ഥലം വിടും. നിന്റെ അമ്മ ചിലപ്പോ എന്നെ പിടിച്ചറക്കുമെന്ന് പറയും. കുട്ടായിയുടെ കണ്ണുകളിൽ അമ്മ ഇന്നോളം അറുത്ത ആടുകളെ ഞാൻ മിന്നായം പോലെ കാണും. പുഴ വറ്റി ഏറാം തോടിനേക്കാളും വെള്ളം കുറഞ്ഞ ഒരു വേനലിലാണ് അമ്മ 2 വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ അറക്കുന്നത്. അറുക്കുമ്പോൾ അതിങ്ങളുടെ കണ്ണിൽ നോക്കരുതെന്ന് അമ്മ പറയും. അന്നെന്തോ കത്തിവച്ചപ്പോൾ അമ്മ അതിൻ്റെ കണ്ണിൽ നോക്കി. അമ്മയുടെ കൈ വിറച്ചു. പാതിമുറിഞ്ഞ കഴുത്തുമായി ആട് പിടഞ്ഞോടി. വറ്റിത്തുടങ്ങിയ പുഴയുടെ നെഞ്ചിലേക്ക് കുഞ്ഞാട് പിടഞ്ഞു വീണ അന്ന് അമ്മ തളർന്നു വീണു. പിന്നീട് അമ്മയുടെ കൈകൾ പൊങ്ങിയിട്ടില്ല. കുഞ്ഞാടിനൊപ്പം അമ്മ കൂട്ടിൽ കെട്ടിയതിൽ ഒന്നിൻ്റെ ചെവിത്തലപ്പ് അറ്റുപോയിരുന്നു. ആട്ടിൻകൂട്ടിനുള്ളിലേക്ക് ഒഴുകിയ എലിക്കുട്ടിയുടെ ശവം മരക്കൂടിൻ്റെ വിറങ്ങലിച്ച തണുപ്പിൽ ചോര പൊടിഞ്ഞു കിടന്നപ്പോൾ മിണ്ടാതെ ആസ്വദിച്ച അപ്പൻ്റെ ചെമ്പൻ മുറിച്ചെവിയൻ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഉറക്കമില്ലാത്ത 7-8 രാത്രികൾക്കിപ്പുറം, കൃത്യമായി പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കൊല്ലപ്പരീക്ഷ തുടങ്ങുന്ന അന്ന് കുഞ്ഞാടിൻ്റെ ചോര പറ്റിപ്പിടിച്ച കത്തികൊണ്ട് ഞാൻ അതിൻ്റെ കണ്ണിൽ തന്നെ നോക്കി വെട്ടി. ഇരുമ്പൻ തോണിയിൽ അമ്മ ഇരിക്കാറുള്ളിടം എനിക്ക് വേണ്ടി തുടച്ചു മിനുക്കി. കുട്ടായി ഒഴികെ കടവ് മുഴുവൻ ആടോളേന്ന് നീട്ടി വിളിച്ചു. വില കൊണ്ട് ഒക്കാതെ ആടിനെ അക്കരെ ചന്തേന്ന് വാങ്ങാത്ത ആഴ്ചകളിൽ അമ്മയ്ക്ക് കലിയിളകും. അമ്മയുടെ മുറിയിലെ ജനല് തുറന്നാൽ 4-5 തെച്ചി മരങ്ങളുണ്ട്. തെച്ചിയുടെ ചോട്ടിൽ വെച്ചാണ് ആടിന് അവസാന വെള്ളം കൊടുക്കുന്നതും അറുക്കുന്നതും. ചാവുവെള്ളം ആർത്തിയോടെ കുടിക്കുന്നതും കൊരലു പൊട്ടുമ്പോഴുള്ള പിടച്ചിലും രണ്ടും അമ്മയ്ക്ക് കാണണം. ഒപ്പം പഠിച്ച പെണ്ണുങ്ങളൊക്കെ പേറ് തുടങ്ങിയപ്പോൾ എന്നെ വീണ്ടും ഓർത്തു. അൻ്റൊപ്പം പഠിച്ചതാണ് ഓള്, വില കുറയ്ക്കണം ട്ടോ. അവളുമാരുടെ പൊരേന്ന് ഇറച്ചിക്ക് വന്നവർ ഇളിച്ചോണ്ട് പറയും.
ആട്ടിറച്ചി വാങ്ങാനല്ലാതെ വീട്ടിൽ വരാറുള്ളത് കുട്ടായി മാത്രമാണ്. ശരിക്കും നിനക്കിപ്പോ ആടിന്റെ പച്ചച്ചൂരാണ്. പുഴയിലെ നിലാവിറങ്ങാത്ത രാത്രികളിൽ അവൻ ആ പച്ചച്ചൂര് തേടി വരും. നിനക്ക് ഈ മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് നിർത്തിക്കൂടെ? ആട്ടിൻചോര തെറിച്ചു ചുവന്ന ചുണ്ടുകളെ ഒന്നൂടെ ചുവപ്പിച്ച് കുട്ടായി ചോദിക്കും. മറുപടി പറയാതെ കാലത്തെ അറവിനുള്ള കത്തി ഞാൻ മൂർച്ച കൂട്ടും. പുഴയിലെ നിലാവുദിക്കാത്ത രാത്രികളിലൊക്കെ കുട്ടായി ചോദ്യം ആവർത്തിച്ചു. പുഴ നിലതെറ്റി ഒഴുകിയ ഇരുമ്പിന്റെ തോണി അക്കരയ്ക്ക് പോകാൻ ഭയന്ന ഒരു തുലാമാസത്തിലാണ് അമ്മയ്ക്ക് സൂക്കേട് കൂടിയത്. ആടുകളുടെ ചാവുമണമില്ലാതെ അമ്മയ്ക്ക് ശ്വാസം തിങ്ങി. മരിക്കും മുൻപ് ഒന്നിനെയെങ്കിലും അറുത്ത് കാണിക്കാൻ കൊതിയുണ്ടായിരുന്നു. അവന് അപ്പന്റെ ചെമ്പന്റെ ചേലായിരുന്നു. അവസാന ഞരങ്ങലിലും അമ്മ ഓർമ്മിപ്പിച്ചു. അമ്മേന്റെ പില തീർന്ന അന്നാണ് ഇരുമ്പൻ വീണ്ടും പുഴയിലേക്ക് തോണി ഇറക്കിയത്. ഇരുമ്പനൊപ്പം അക്കരയ്ക്ക് പോകും മുമ്പ് കുട്ടായിനെ വിളിച്ച് ചോറ് കൊടുത്തു. നിനക്ക് ഈ മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് നിർത്തിക്കൂടെ? നിർത്തും. എന്ന്? അപ്പന്റെ ചെമ്പനെ പോലെ അറ്റം മുറിഞ്ഞ ചെവിയുള്ള ഒരാളെ ഇരുമ്പന്റെ തോണിയിൽ കാണുന്നയെന്ന്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.